ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യൂ. അസ്സലാമു വലൈക്കും അസ്സലാം എല്ലാവർക്കും. ഞാൻ ഈ ഫോട്ടോ ഇടാനുള്ള കാരണം എൻ്റെ ഒരു സുഹൃത്തിൻ്റെ പേരക്കുട്ടിയാണത്. ഇന്ന് രാവിലെ കുട്ടി മരിച്ചു. MES ഹോസ്പിറ്റലിൽ വെച്ചായിരുന്ന മരണം. ഇന്നലെ കുട്ടിയെ ഹോസ്പിറ്റലിൽ കൊണ്ട് അഡ്മിറ്റ് ആക്കി. പിന്നെ അതൊരു കരച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ടായപ്പോൾ ഇങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ ഡോക്ടർമാർ പറഞ്ഞ തലയിലേക്ക് വന്ന ഒരു ഞരമ്പിന് രക്തോട്ടമില്ലാന്ന്. അങ്ങനെ സ്കാനും കാര്യങ്ങളൊക്കെ ചെയ്തു. ഓപ്പറേഷൻ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഞാൻ ചുരുക്കമായിട്ട് പറയാം. അപ്പോൾ രണ്ടാമത്തെ നോക്കുമ്പോൾ മറ്റേ സൈഡിലും ഞരമ്പോട്ടം രക്തോട്ടം നിന്നു. അപ്പം എൻ്റെ അമ്മായിമ്മയും ഇവരൊക്കെ പോയിരുന്നു. എല്ലാവരും ഹോസ്പിറ്റലിൽ പോയിരുന്നു. ഡോക്ടർമാരെന്താ പറഞ്ഞതെന്ന് വെച്ചാൽ കുട്ടി ഇന്ന് രാവിലെ മരണപ്പെട്ടു, നമുക്ക് പ്രാർത്ഥിക്കാം, വേറെ എന്താ ചെയ്യുക, വേറെ ഒന്നുമില്ല, പഠിച്ചവരുടെ തീർക്കാം. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോക്ടർ പറഞ്ഞത് എല്ലാവരും മുന്നിൽ വെച്ച് എൻ്റെ അമ്മായിമ്മനെ കണ്ടിരുന്ന അവിടെ അവരുടെ മുന്നിൽ വെച്ച് ചീത്ത പറയത് കുട്ടിൻ്റെ പാരൻസിനെ. കുട്ടി ഓവറായിട്ട് മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്നു. കുട്ടി കിടക്കാൻ നേരത്ത് മൊബൈൽ ഫോൺ തലൻ്റെ അടുക്ക് വെക്കുക. അതിൻ്റെ റേഡിയേഷൻ കൂടുതലുമാണ് എന്നാണ് ഇന്നലെ പറഞ്ഞത്. അപ്പോൾ ഈ കുട്ടി താമസിക്കുന്ന കുട്ടീൻ്റെ അമ്മാൻ്റെ വീട് എന്ന് വെച്ചാൽ നമ്മൾ സ്രാമ്പിയിലാണുള്ളത്, പുല്ലങ്കോട് കഴിഞ്ഞിട്ടുള്ള സ്രാമ്പിയിൽ. അപ്പോൾ കഴിയുന്നു നമ്മുടെ ഗ്രൂപ്പിലുള്ള ആൾക്കാർ കുട്ടികൾക്ക് മൊബൈൽ ഫോണും ടാബും ഒന്നും കൊടുക്കാതിരിക്കുക. അതിൻ്റെ ഒരു താഴ്മയായ അപേക്ഷ എല്ലാവർക്കും അറിയാം, പക്ഷെ നമ്മളാരും ചെയ്യുന്നില്ല. ഡോക്ടർ എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ കുട്ടിയാണെങ്കിൽ കരയാണെങ്കിൽ കരഞ്ഞോട്ടെ, മൊബൈലും ടാബും കൊടുത്തില്ലേ, ഭക്ഷണം കഴിക്കുന്നില്ലെങ്കിൽ കഴിക്കില്ല എന്നല്ലേ ഉള്ളൂ, വെള്ളം കൊടുക്കാം, പക്ഷെ ഒരിക്കലും കൊടുക്കരുതെന്നാണ്. ഈ മാരകമായ ക്യാൻസറും ഇങ്ങനത്തെ രോഗങ്ങളൊക്കെ വരുന്നത് ഇതിൽ കൂടെയാണെന്ന് ഡോക്ടർമാർ പറയുന്നത്. അതിൻ്റെ പേരിൽ കഴിയുന്നതും നമ്മൾ കുട്ടികൾക്ക് മൊബൈൽ ഫോൺ കൊടുക്കുന്ന യൂസ് ഒഴിവാക്കുക എന്നല്ലേ എൻ്റെ ഒരു ചെറിയൊരു കൈൻഡ് റിക്വസ്റ്റ്. അസ്സലാമു അലൈക്കും.